ദിസ് ഈസ് ഡേ വൺ ഓഫ് സർവൈവിങ് മൈൻക്രാഫ്റ്റ്. സോ ഇന്നത്തെ നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് വേറെ എന്താ, ഈ നൈറ്റ് സർവൈവ് ചെയ്യുക. ഈ സൂര്യൻ ഇവിടെ നിന്ന് പോയി ഇവിടെ പോയി ദേ എൻ്റെ ബാക്കിൽ എനിക്ക് സർവൈവ് ചെയ്യണം. ഓക്കെ, സോ വൗ, ഇതിൻ്റെ മലയുടെ മണ്ട ഈ മേഘത്തോട് ടച്ച് ചെയ്ത് നിൽക്കുന്നു, കൊള്ളാം അല്ലേ? ഓക്കെ ഓക്കെ സോ നമുക്ക് ആദ്യം വേണ്ടത് മരം തന്നെയാണ്. മരം ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മരം ഈസ് ദി സീക്രറ്റ് ഓഫ് അവർ അപ്പർ ലെവൽസ്. ഓക്കെ, സോ ആദ്യത്തെ മരം കിട്ടി കഴിഞ്ഞാൽ അടുത്തത് പെട്ടെന്ന് വിളിക്കരുത്, ബിക്കോസ് ഇത് നമ്മുടെ ആദ്യത്തെ ബ്ലോക്കാണ്. സോ ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, സോ ഇനി അടുത്ത ബ്ലോക്ക് തൊട്ടാണ് നമുക്ക് നമ്മുടെ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം തുടങ്ങുന്നത്. ഓക്കെ, സോ നമുക്കൊരു ഓക്ക് ലോഗ് കിട്ടി. ഓക്കെ, സോ ഇതാദ്യമേ തന്നെ നമുക്ക് പ്ലാങ്ക്സ് ആണ്. ഓക്കെ, പ്ലാങ്ക്സ്. ഓക്കെ ഓക്കെ ഈ പ്ലാങ്ക്സ് എടുത്തതിന് ശേഷം നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇങ്ങനെ എല്ലാ ചതുരക്കട്ടകളിലും ഈ സംഭവം ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടും. ഓക്കെ, സോ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്താണെന്ന് ചോദിക്കണമെന്നവർക്ക് വേണ്ടി പറയാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ആക്സ് ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു മേശമാണ്. അയ്യോ ഇതെന്നാടാ വന്നേ, പോടാ, അയ്യോ പോടാ, എടാ എനിക്ക് തീ പിടിച്ചടാ, പോടാ പോടാ, എടാ ചാവല്, അയ്യോ ഇപ്പം ചത്താലോ. ഓക്കെ, നോ സീൻ. വാട്ടർ ഉണ്ടായി, വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ വെറുതെ കത്തി ചുളിച്ച്. അയ്യോ ഇത് നമ്മൾ ആദ്യം പിടിച്ച ബ്ലോക്ക് പൊട്ടിക്കല്ലേ. സോ നമുക്ക് ബാക്കിയുള്ള മരം മുറിക്കാം. ഓക്കെ, സോ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് ആദ്യമേ തന്നെ എൻ്റെ സർവൈവൽ ഇൻസ്റ്റിക്റ്റ് വെച്ച് ഞാൻ പറയാം, എന്താ പറയണ്ട ഇപ്പോൾ. ഓക്കെ, സോ എപ്പോഴും നമ്മൾ ഇച്ചിരി ഉത്കണ്ഠാകുലരാവണം, എന്തൊക്കെ പറയണം. ഓക്കെ, സോ റൈറ്റ് ക്ലിക്ക് മാറിപ്പോയി, റൈറ്റ് ക്ലിക്ക് അല്ലേ. ഓക്കെ, സോ ഇത് വെച്ച് നമ്മൾ ആദ്യം തന്നെ ഇവിടെ വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സ്റ്റിക്കെന്ന് കാണും. ആദ്യം ഉണ്ടാകുക സ്റ്റിക്കാണ്, അല്ലാണ്ട് ഡോറും ബോട്ടും ഒന്നും ഉണ്ടാകാൻ പോരുത്. ഓക്കെ, സോ ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യമില്ല. സോ ഒരു സ്റ്റിക്ക് മേടിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ഒരു വുഡൻ പിക്കാക്സ് ആണ്. ആവശ്യമില്ലാതെ ഈ വുഡൻ ടൂൾസ് ഒന്നും മേടിച്ച് വയ്ക്കണ്ട. സോ നമുക്ക് ആദ്യമേ തന്നെ വുഡൻ പിക്കാക്സ് വെച്ച് നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യണം. സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് നമുക്ക് അത് വെച്ച് പിക്കാക്സും സ്വോർഡും ആക്സൊക്കെ ഉണ്ടാക്കും. സോ അതായിരിക്കും ഗ്രേറ്റ്. ഓക്കെ, സോ ഈ പിക്കാക്സ് പൊട്ടണ വരെ പൊട്ടിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ട് കേൾക്ക്. ഓക്കെ, ഓക്കെ ലാസ്റ്റ് നമ്മുടെ കോബിൾ സ്റ്റോണൊക്കെ പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത് പൊട്ടിയാന്നില്ല കേട്ടോ, കാരണം ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കോബിൾ സ്റ്റോൺ കിട്ടില്ല, അവസാനം കോൾ മാത്രം കയ്യിലും. സോ ബിക്കോസ് കോള് സ്പോൺ ആവുമ്പോൾ തന്നെ ഒരു ബഞ്ച് ഓഫ് ഇതായിട്ടായിരിക്കും, ഒരു ബഞ്ച് ഓഫ് സംതിങ്, അത് നിങ്ങൾ ഊഹിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ 53 കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇത് കുറവാണെന്ന് വെച്ചാൽ ഒരു 60 കിട്ടേണ്ടതായിരുന്നു, നമ്മൾ ഈ കോള് പൊട്ടിച്ച കാരണമാണ്. ഓക്കെ, സോ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇതേണ്ട കോബിൾ സ്റ്റോൺ പൊട്ടിച്ച കാരണം, അല്ലേ സ്റ്റോൺ പൊട്ടിച്ച കാരണം നമുക്കിപ്പോൾ വുഡൻ ടൂൾസ് മാറി നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് പോകാം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ വുഡൻ സ്റ്റോണിൽ നിന്ന് മേടിച്ച് വയ്ക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റിക്കില്ലാത്ത കാരണമാണ് എനിക്കിത് മേടിക്കാൻ പറ്റാത്തത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കോളല്ല, ഇതൊക്കെ നമുക്ക് പ്ലാങ്ക് ആക്കാം. ഓക്കെ, എന്താണ് പ്ലാങ്ക് ആകാത്തത്? വാട്ട് ദ ഹെക്ക്? ഓ, ഇത് പ്ലാങ്ക് തന്നെയാണ്. ഓക്കെ, സോറി, എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ക്ഷമിക്കണം ഗൈസ്. ഓക്കെ, നമുക്കിതൊക്കെ സ്റ്റിക്കാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആക്കിക്കോ, നമുക്ക് ബാക്കിയുള്ളത് മേടിക്കാം. ഓക്കെ, സോ വുഡൻ ആക്സ് ആൻഡ് വുഡൻ പിക്കാക്സ്, രണ്ടെണ്ണം കേട്ടോ വുഡൻ പിക്കാക്സ് ആവശ്യമുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഒരു ശവല് വെറുതെ വെച്ചേക്കാം ഒരു പ്രൗഢിക്ക്. ഓക്കെ, പിന്നെ ഒരു ഹോ വീണ്ടും വെറുതെ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ബാക്കി അവിടെ കിടക്കണ നമ്മുടെ കോളൊക്കെ ഇല്ലേ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പോയി പിടിച്ചിട്ട് വരാം. ഓക്കെ,
ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ടോർച്ച് ഉണ്ടാവുന്നുണ്ട്, കാണാൻ പറ്റുള്ളൂ, എനിക്കിപ്പോഴേ കാണാനായി തുടങ്ങി. പിന്നെ ഓക്കെ, ഓക്കെ, ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ലൈറ്റും പൊട്ടിച്ച് ഇവിടുന്ന് ഇവിടെ പറയാം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കോള് പൊട്ടിച്ച് തന്നെ ഏതാണ്ട് സമയമൊക്കെ പോയി. ഓക്കെ, സോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് സ്ഥലം മാറണം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ബേസ് നമ്മൾ എവിടെയായിട്ടായിരിക്കും വയ്ക്കുക, അതാണ് നമുക്ക് ആദ്യമേ ചിന്തിക്കേണ്ട കാര്യം. ഓക്കെ, സോ അത് നമുക്ക് ബാക്കിൽ വെച്ചേക്കാം. നമ്മുടെ കോൾ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ അത്യാവശ്യം ടൂൾസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ വെച്ച സംഭവങ്ങളെല്ലാം പൊട്ടിക്കാം. ഇതിവിടെ തന്നെ ഇരിക്കണം. ഓക്കെ, ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ബിക്കോസ് നമ്മൾ ബേസും ഡ്രാഗനൊക്കെ കൊന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഇവിടേക്ക് തിരിച്ചു വരാൻ മീൻസ് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയായിരിക്കും നമ്മുടെ ബേസ് ഉണ്ടാകാൻ പോണത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇപ്പോൾ വേണ്ടത് ഒരു ഷീപ്പിനെയാണ്. ബിക്കോസ് രാത്രി ആവാറായിടാ, അയ്യോ രാത്രി ആവാറായി. നമുക്ക് വൂളുണ്ടാക്കി ഒരു ബെഡ് ഉണ്ടാവണം, നമുക്ക് സർവേ ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, ഫുഡാണ് എനിക്കിപ്പോൾ ആദ്യം വേണ്ടത്. കൂടെ വൂളും കിട്ടിയ അടിപൊളിയായിരിക്കും. ഒന്നെങ്കിൽ വിളിച്ച് നമ്മൾ ഒരു പന്നീനെ കണ്ടുമുട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനൊക്കെ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ ഞാൻ പട്ടിണിയാവും, ചത്തുവും ഗൈസ്. എവിടെയാണ് ഒരു പന്നീരെ വച്ച് കിട്ടുമല്ലോ. ഓക്കെ, ഫസ്റ്റ് പന്നി. ഓക്കെ, നമുക്ക് 3 പോർക്ക് കിട്ടിയിട്ടുണ്ട്. പോർക്ക് എന്നല്ലേ ഇതിന് പറയാം? യെസ്, പോർക്ക് ചോപ്പ്. നമുക്ക് വേവിക്കാത്ത പോർക്ക് ചോപ്പാണ് കിട്ടിയത്. സോ ഇത് വേവിക്കാൻ വെക്കണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബോട്ട് ഉണ്ടാക്കി നടുക്കടലിൽ പോയി വെക്കാം. അതുകൊണ്ട് നമുക്ക് മറ്റേ ഒരു സംഭവം പിടിച്ച് നിൽക്കുന്ന ഒരാളുടെ എന്നുള്ള നമ്മുടെ ഈ DC തൊരുത്തിൻ്റെ മാതിരി ഒരു 3 ഈ ചേടാ പേരും കിട്ടണല്ലോ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അയ്യോ, നമുക്കിനി വുഡ് വേണം, പ്ലാങ്ക്സ് വേണം, എന്നാൽ മാത്രമേ നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാനുള്ള ആവതുണ്ടാവുള്ളൂ. ഓക്കെ, സോ പ്ലാങ്ക്സ് വെച്ചു. ഓക്കെ, നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കാനായിട്ട് ഇതിങ്ങനെ വെച്ചാൽ മതി. ഒരു ബോട്ടിൻ്റെ രൂപത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടും. ദിസ് ഈസ് മൈൻക്രാഫ്റ്റ്. ഓക്കെ, സോ ഇതെല്ലാം പെട്ടെന്ന് കുറിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വിട പറയാം. ഓക്കെ ഗൈസ്, വി ആർ ഗോയിങ്. നമുക്കിനി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഡ്രോണിനെ മാത്രം പിടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ചില ഡ്രോണിൻ്റെ കയ്യിൽ ഒരു അതിൻ്റെ പേര് തലവേറുള്ള. ഓക്കെ, സോ അതിനെ സൈഡിൽ ഇങ്ങനെ കൊണ്ടുവന്നേക്കാം, എഡിറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഒരു വെയിറ്റ് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാണ്, ഒരു വൂള് പോലും നമ്മുടെ കയ്യിലില്ല. സോ അവർ സർവൈവൽ ഇൻസ്റ്റിക്റ്റ് ആർ വെരി ലെസ്. ഓക്കെ, നമുക്കെന്തെങ്കിലും ഭീകരമായിട്ട് ചെയ്താലോ. ഓക്കെ, നമുക്ക് ഈ ലാൻഡിൽ പോവാം. ഇവിടെ നിങ്ങളോട് പറഞ്ഞ് എനിക്ക് തന്നെ പേടിയാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അയ്യോ 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 ഓടിക്കോ 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 ഓടിക്കോ. ഒരു സെക്കൻഡ് ഞാൻ നെഞ്ച് പടച്ചു പോയി. ഞാൻ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ മറ്റേ സോംബി ചൈൽഡാണ് വിചാരിച്ചു. ചൈൽഡ് സോംബി, നമ്മുടെ ചെറിയ സോംബിയിൽ. അവൻ ഇവനാൾ സ്പീഡാണ്, അവൻ സീനാണ് എൻ്റെ പൊന്നെ. ഓക്കെ, സോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. നേരെ നിൽക്കടാ, ഇതേ ഒരു പാവം കുട്ടൻ ഇവിടെ നിൽക്കുന്നു. നമുക്ക് ഇവനെ കൊന്നാലോ? അല്ല വേണ്ട, അല്ല വേണ്ട വേണ്ട, ഞാൻ പോട്ടെ പോട്ടെ. നിനക്ക് എന്താ എന്നോട്? നിനക്ക് എന്താ? ചാറ്റ്, ഞാൻ കൂളല്ലേ, ഞാൻ സീനല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും. സോ ദാറ്റ്സ് വൈ ഞാൻ ചെയ്യണല്ലേ പിന്നെ. സോ നമുക്ക് ഒരു ലാൻഡ് കണ്ടുപിടിക്കണം. സോ 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 ഇന്നത്തെ വീഡിയോ അവിടെ ഒരു സ്പൈഡർ വീണ് സ്പോണായിടാ. എനിക്ക് തോന്നുന്നു അവിടെ ഒരു സ്പൈഡർ സ്പോണർ ഉണ്ട്.
സ്പൈഡർ മാത്രമേ സ്പോൺ ആവുള്ളൂ. ചിലപ്പോൾ സ്പൈഡറിന് മാത്രം ജീവിക്കാൻ പറ്റിയ സ്ഥലം അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നിലാവട്ടെ. സോ ഇന്നത്തെ നൈറ്റ് നമ്മൾ സർവൈവ് ചെയ്തിരിക്കുന്നു. ടിപ്പിക്കലി ആൻഡ് മാത്തമാറ്റിക്കലി, കെമിസ്ട്രിക്കലി, ബയോളജിക്കലി നമ്മൾ നൈറ്റ് സർവൈവ് ചെയ്തിരിക്കുന്നു. സോ today the video is going to end. Tomorrow we can see how where I gonna make a house base എന്നൊക്കെ എന്ത് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇൻട്രോ കഴിഞ്ഞു. ഓക്കെ, ടാറ്റാ.